വിശദമായ വാർത്തകളിലേക്കാണ്. ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിതനായ കെ ബി പ്രദീപ് രാജിവെക്കും. കെ ബി പ്രദീപിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനായിരുന്ന കെ ബി പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് ശേഷം ഇപ്പോൾ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വി ഡി സതീശൻ. വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വിവിധ സർക്കാർ അഭിഭാഷകന്മാരെ നിയമിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. അതിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കേസുകൾ വാദിച്ചിരുന്ന കേരളത്തിൽ അഭിഭാഷകനായിരുന്ന കെ ബി പ്രദീപ് കുമാറിനെ ശബരിമലയുടെ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതാണ് ഏറ്റവും വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനായി അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു. പങ്കജ് ഭണ്ഡാരിയുടെ, അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനായിരുന്നു കെ ബി പ്രദീപ് കുമാർ. അന്ന് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നിയമനം ലഭിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമന ഉദ്ദേശം ഇതാണ്. കാരണം കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും ഒപ്പം തന്നെ മറ്റു ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അത് ഹൈക്കോടതിയിൽ കൃത്യമായി വാദിക്കുന്നതിന് വേണ്ടി ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കാണ് ഒരു ഗവൺമെൻറ് പ്ലീഡറായിട്ട് കെ ബി പ്രദീപ് കുമാറിനെ നിയമിച്ചത്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഈ സർക്കാരിന് കല്ലുകടിയായിരുന്നു. ആദ്യഘട്ട നിയമനം ബന്ധു നിയമനത്തിൻ്റെ പേരിലായിരുന്നു. സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ അളിയനെ നിയമിച്ചത്, അതായത് ബെന്നി തോമസിനെ നിയമിച്ചത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കെ ബി പ്രദീപ് കുമാറിൻ്റെ പ്രശ്നവും വന്നിരിക്കുന്നത്. കെ ബി പ്രദീപ് കുമാറിനോട് രാജി ഇന്നലെ തന്നെ ആവശ്യപ്പെടുകയും ഇപ്പോൾ അദ്ദേഹം രാജി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം കെ ബി പ്രദീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂരിലെയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില ക്ഷേത്രങ്ങളുടെയും അതുപോലെ ശബരിമല ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കേസുകൾ വാദിച്ച് തഴക്കമുള്ള ഒരു അഭിഭാഷകനായിരുന്നു കെ ബി പ്രദീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ നിയമിച്ച ഉദ്ദേശം തന്നെ ഇതായിരുന്നു. കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചില കേസുകൾ പലപ്പോഴായി ഉയർന്നു വരുന്നുണ്ട്. ആ കേസുകൾ ഹൈക്കോടതിക്ക് മുന്നിൽ വാദിക്കുക, മറ്റു കോടതികൾ വാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ വി പ്രദീപ് കുമാറിനെ നിയമിച്ചത്. പക്ഷേ ആ നിയമനം വന്ന ഉടൻ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിൽ ആരോപണവുമായി രംഗത്തെത്തി. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനായിരുന്ന കെ ബി പ്രദീപ് കുമാറിനെ നിയമിച്ചത് തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ആ കേസ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയതെന്ന് അന്ന് പഴയ ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും വാദിച്ചിരുന്നു. മാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉയർന്നു വരുന്നത് ഈ സ്മാർട്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. അത് അവസാനിച്ചിട്ടില്ല. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആയിരുന്ന പങ്കജ് ഭണ്ഡാരി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു. അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കെ ബി പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെ ദേവസ്വം ബോർഡിൻ്റെ ഗവൺമെൻറ് സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിക്കുക എന്ന് പറയുന്നതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. ഇതോടുകൂടി തന്നെ ദേവസ്വം മന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ദേവസ്വം മന്ത്രി പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, ഈ നിയമനം താനല്ല നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുക മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട വകുപ്പിലാണ്. അത് മാത്രവുമല്ല, അന്ന് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോഴേക്കും താൻ ഇല്ലായിരുന്നു. വയനാട്ടിലെ ഷിഗല്ല വ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയനാട്ടിലായിരുന്നു. ആ സമയത്താണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. അതുകൊണ്ട് തനിക്ക് ഈ നിയമനത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ ദേവസ്വത്തിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി കെ മുരളീധരൻ കൈയൊഴിയുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വിവാദം ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു. കെ വി പ്രദീപ് കുമാറിനോട് രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം രാജി വെച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഈ സർക്കാർ ചുമതല ഏറ്റതിന് ശേഷം ബന്ധു നിയമനവും ഒപ്പം തന്നെ ഈ ഗവൺമെൻറ് പ്ലീഡറായിട്ട് കെ വി പ്രദീപ് കുമാറിനെ നിയമിച്ചതുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. അതായത് ഒരു ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരിക എന്ന് പറയുന്നത് സർക്കാരിനെ തന്നെ വലിയ തരത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമായി മാറപ്പെടും എന്നുള്ളത് ഉറപ്പാണ്.
കാരണം ഭരണത്തിനും അപ്പുറത്തേക്ക് ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടവർ തന്നെ അതിൽ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് 2019 കേസിൻ്റെ അന്വേഷണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 2025 കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉടൻ ആരംഭിക്കാൻ പോകുന്നു. അടുത്ത ആഴ്ച ആ സമയത്ത് 2025 ശബരിമലയുടെ ഉൾപ്പെടെ ചുമതലയുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തതിന് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ കേസുമായിട്ടൊക്കെ തന്നെ, അതായത് 2025 സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ചെന്നൈയിലുള്ള സ്ഥാപനത്തിലേക്കായിരുന്നു. അപ്പോൾ ആ കേസും ഉയർന്നു വരും. ആ സമയത്തൊക്കെ തന്നെ ഈ വിവാദങ്ങൾ തീർച്ചയായും ശക്തി പ്രാപിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമനം, KB പ്രദീപിൻ്റെ നിയമനം വന്ന ഉടൻ തന്നെ വലിയ തരത്തിലുള്ള വിവാദമാവുകയും ചർച്ചയായി മാറുകയും ചെയ്തത്. എന്തായാലും സർക്കാർ ഇപ്പോൾ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. KB പ്രദീപിൻ്റെ നിയമനം അല്ലെങ്കിൽ KB പ്രദീപ് രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. KB പ്രദീപ് രാജിവെച്ച് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തന്നെയും ഈ വിഷയങ്ങളുമേലുള്ള ചർച്ച ചൂടുപിടിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരത്തിൽ പഴികേട്ട ഒരു സംഭവമായിരുന്നു ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. പ്രത്യേകിച്ചും അവരുടെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായ സംഭവമാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തന്നെ തോൽവിക്ക് തന്നെ കാര്യമായ തരത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാത്തത് വലിയ തരത്തിൽ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ KB പ്രദീപ് കുമാറിൻ്റെ നിയമനം അത് വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പായിരുന്നു. എന്തായാലും സമയോചിതമായൊരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് സർക്കാർ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. കാരണം ആദ്യം വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ബന്ധു നിയമനത്തെ ചൊല്ലിയുള്ള വിവാദം ഉയർന്നു വന്നു. പിന്നീട് ബെന്നി തന്നെ രാജിവെച്ചതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ പ്ലീഡർമാരുടെ നിയമനം. 2 ദിവസം മുമ്പാണ് സർക്കാർ ഈ ഗവൺമെൻറ് പ്ലീഡർമാരെ നിയമിച്ചുകൊണ്ടുള്ള പട്ടിക പുറത്തുവിട്ടത്. അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിൽ ഒരു നിയമനം. അതിലാണ് KB പ്രദീപ് കുമാറിൻ്റെ പേര് കൂടി ഉൾപ്പെട്ടത്. പക്ഷേ എങ്ങനെ ഈ പേര് ഉൾപ്പെട്ടു, ആരാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്രയധികം സമ്മർദ്ദം ചെലുത്തി എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും ഒരു ചോദ്യമുനയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. 2019 ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നടക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലാണ്. കാരണം സ്വർണ്ണപ്പാളി അവിടെ എത്തിക്കുന്നു, അവിടെ വെച്ച് സ്വർണം പൂശുന്നു, ബാക്കി വന്ന സ്വർണം അവിടെ നിന്ന് മറിച്ചു വിൽക്കപ്പെടുന്നു. ഇതാണ് സ്മാർട്ട് ക്രിയേഷൻസിനെതിരെ ഉണ്ടായിരുന്നുള്ള ഏറ്റവും വലിയ വിവാദം. ആ വിവാദം അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലെ CEO ആയിരുന്ന പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ KB പ്രദീപ് കുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിൽ ചർച്ചയാകപ്പെടും എന്ന് അറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് പോയി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയായി ഉയരുകയാണ്. അത് പ്രതിപക്ഷം വരും ദിവസങ്ങളിലൊക്കെ ശക്തമായി മുന്നോട്ട് വെക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനെല്ലാം ഉപരിയായി ഇത്തരത്തിലുള്ള നിയമനങ്ങൾ, ആ നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുമായി ആലോചിച്ചോ അല്ലെങ്കിൽ പാർട്ടിയിൽ ആരെങ്കിലും നൽകിയ ലിസ്റ്റിൻ്റെ അനുസരിച്ചാണോ ഇത്തരത്തിൽ KB പ്രദീപ് കുമാറിനെ ഗവൺമെൻറ് സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ചത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം KB പ്രദീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ക്ഷേത്രങ്ങളുടെ കേസുകൾ നടത്തിയുള്ള ഒരു പരിചയമുണ്ടെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം അതിൽ ഈ കൊട്ടിയൂരിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അമിക്കസ് ക്യൂറിയായി പ്രവർത്തിച്ചിരുന്നു. ഒപ്പം ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ സമയപരിധി, ഒപ്പം തന്നെ ശബരിമലയിലെ മേൽശാന്തിമാർ ആരാകണം എന്ന കാര്യത്തിലൊക്കെ ചില ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ സമയത്തൊക്കെ ഇദ്ദേഹം ഇടപെട്ടിരുന്നു, ദേവസ്വം ബോർഡിന് വേണ്ടി ഇടപെട്ടിരുന്നു. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ് ചില സർക്കാർ അധികൃതർ പറയുന്നത്. പക്ഷേ അതെല്ലാം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് പ്രതിപക്ഷം എത്തി നിൽക്കുന്നത്. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന വിവാദങ്ങൾ ചെറുതല്ല, വലുതാണ്. കാരണം സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാന ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കേന്ദ്രത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അദ്ദേഹം റിമാൻഡിലാകുന്നതും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതെല്ലാം. ഇനി രണ്ടാമത്തെ ഒരു കേസ് കൂടി ഈ 2025 സ്വർണം പൂശിയ കേസ് കൂടി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്
സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശിയതും അവിടെ വെച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കേസ് വരും. ആ സിഇഒയ്ക്കെതിരെ വീണ്ടും നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ KB പ്രദീപ് കുമാറിൻ്റെ നിയമനത്തെ വലിയ തരത്തിൽ ഈ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചെയ്തത്. ശരി, വ്യക്തമാണ്. എന്തായാലും ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിതനായ KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നു. KB പ്രദീപിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ UDF സർക്കാർ കയറുന്ന ശേഷമുള്ള രണ്ടാമത്തെ രാജിയാണ്. ബന്ധുനിയമനത്തെ തുടർന്ന് വിമർശനങ്ങൾ ഉയർന്നതിനു ശേഷം ബെന്നി തോമസിന്റെ രാജിക്ക് ശേഷമാണ് ഇപ്പോൾ KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചത് വലിയൊരു വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഈ ഇടപെടലിന് ശേഷമാണ് ഇപ്പോൾ KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ ബോർഡ് അംഗം അജികുമാറിനും SIT നോട്ടീസ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി കടത്തിയതിലാണ് അന്വേഷണം. കേസിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. 2025-ൽ മുൻപത്തേതിന് സമാനമായി തന്നെ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. ഈ നീക്കം ഹൈക്കോടതിയുടെ അറിവോടെയല്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ നീളുന്നത്. അതിനിടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയ സാമ്പിളുകൾ ശേഖരിക്കാൻ SIT നാളെ ശബരിമലയിലെത്തും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ ബോർഡ് അംഗമായിട്ടുള്ള അജികുമാറിനും SIT നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അടുത്ത ആഴ്ചത്തേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് PS പ്രശാന്തിനും അജികുമാറിനും SIT നോട്ടീസ് നൽകിയിട്ടുള്ളത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഹൈക്കോടതിയുടെ അനുമതിയൊന്നുമില്ലാതെ തന്നെ സ്വർണ്ണപ്പാളി കടത്തി എന്നതാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT നീക്കം നടത്തുന്നത്. 2025-ൽ മുൻപത്തേതിന് സമാനമായ തന്നെ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികളൊക്കെ ഇളക്കിക്കൊണ്ട് പോകാനുള്ള നീക്കം നടത്തിയെന്നൊക്കെ കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ നീക്കം ഹൈക്കോടതിയുടെ അറിവോടെയല്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PS പ്രശാന്ത് അടക്കമുള്ള ആളുകളിലേക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നീളുന്നത്. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയ സാമ്പിളുകളൊക്കെ ശേഖരിക്കാൻ SIT നാളെ ശബരിമലയിലേക്ക് എത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് SITയുടെ നീക്കം.